உங்கள் வெட்கத்துக்கு பதிலாக இரண்டத்தனையாய் பலன் வரும். லட்சைக்கு பதிலாக தங்கள் பாகத்தில் சந்தோஷப்படுவார்கள். அது நிமித்தம் தங்கள் தேசத்தில் இரட்டிப்பான சுதந்திரம் அடைவார்கள். நித்திய மகிழ்ச்சி அவர்களுக்கு உண்டாகும். ஏசாயா 61:7. For your shame you shall have double, and for confusion they shall rejoice in their portion. Therefore in their land they shall possess the double. Everlasting joy shall be unto them. Isaiah 61:7. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோஸ் ஈஸ் மினிஸ்ட்ரேஷன் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்குத்தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ, ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നൽകി തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് പുതിയൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി തന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നന്നായി വിശ്രമിപ്പാൻ ദൈവം കൃപ നൽകി. നമ്മുടെ കാര്യങ്ങളിലെല്ലാം ദൈവം സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു. നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഈ പ്രഭാതത്തിൽ വചനവുമായി കടന്നു വരുവാൻ അവസരമൊരുക്കി തന്ന തോമസ് അവറുകളെയും അതുപോലെ തൻ്റെ ടീമിനെയും ഗോഡ് ഹു സീസ് മിനിസ്ട്രിയെയും അതിൻ്റെ എല്ലാ അംഗങ്ങളെയും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ദൈവം ഇതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും കുടുംബത്തെയും അതുപോലെ ഉള്ള മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് വചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു വന്നിരിക്കുന്ന ഒരു വചനം 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 6-14 മുതൽ 7-1 വരെയുള്ള ഭാഗങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇന്ന് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്. 7-1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് നമുക്കിവിടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഈ വാക്യം പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, നമ്മെ ഓരോരുത്തരെയും ദൈവഭയത്തിൽ നാം ജീവിച്ച് നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊള്ളണം എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. എങ്ങനെയായിരിക്കണം? നാം ദൈവഭയത്തിൽ ജീവിച്ച് നമ്മുടെ വിശുദ്ധിയെ ഓരോ നിമിഷവും തികച്ചുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമായ ചിന്തകളാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് നൽകി തരുന്നത്. കൊരിന്ത്യ സഭ, നമുക്കറിയാം കൊരിന്ത് എന്ന് പറയുന്ന ദേശം, ആ സ്ഥലം, അന്നത്തെ അതിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്,
ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ കൊരിന്ത് സഭയിലെ ലേഖനം എഴുതുവാൻ പൗലോസ് അപ്പോസ്തലനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് കാണാൻ കഴിയുന്നുണ്ട്. 6-ാം അധ്യായം 14 മുതൽ 7 വരെയുള്ള ഒരു പ്രത്യേക ഭാഗമായിട്ട് നമുക്ക് ഈ ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന ഭാഗവും 6-ന്റെ 13ഉം 7-ന്റെ 2 മുതലുള്ള വാക്യങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന 14 മുതൽ 7-ന്റെ 1 വരെയുള്ള ഭാഗങ്ങളിൽ, 6-ന്റെ 14 മുതൽ 7-ന്റെ 1 വരെയുള്ള ഭാഗങ്ങൾ വേറൊരു സെഗ്മെന്റ് ഇതിന് ഇടയിൽ കയറ്റി യോജിപ്പിച്ചതാണ് എന്ന് നമുക്ക് വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് കാരണമായിട്ട് വേദപണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത്, പൗലോസ് ഒരു ലേഖനമല്ല, 2 ലേഖനമല്ല എഴുതിയത്, ഏതാണ്ട് 4ഓളം ലേഖനം എഴുതിയതായിട്ട് 2 ലേഖനങ്ങളും ചേർത്ത് വെച്ച് പഠിച്ചാൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങളൊക്കെ മിസ്സിംഗ് പാർട്സ് ഉണ്ട്. ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 9 നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ മുന്നിലുള്ള ലേഖനത്തിൽ നിങ്ങളെ എഴുതി അറിയിച്ചിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം എഴുതുന്നതിന് മുൻപ് തന്നെ പൗലോസ് ഒരു ലേഖനം എഴുതി അതിനകത്ത് ദുർനടപ്പുകാരോട് സംസർഗം ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം എഴുതുന്നതിന് മുമ്പും പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി കൊരിന്ത്യ സഭയോട് സംവാദിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷേ ആ മിസ്സിംഗ് പാർട്ട് ആയിരിക്കാം ഇവിടെ നമുക്ക് ചേർത്ത് വെച്ച് കാണാൻ കഴിയുന്നത്. ആ ഭാഗം 1 കൊരിന്ത്യർ ലേഖനത്തിന് പറഞ്ഞിരിക്കുന്ന ആ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗമായിരിക്കാം ഇവിടെ യോജിപ്പിച്ചതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ വലിയൊരു ഭാഗമാണ്. ഇവിടെ പറയുന്ന ഭാഗം ഇത്: നിങ്ങൾ അവിശ്വാസികളോട്, 6-ന്റെ 14, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്: നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തമല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും എന്നും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവുമാകും എന്നും ദൈവം അരുളി ചെയ്തിട്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർവിട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നാം അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്താണെങ്കിലും പൗലോസ് അപ്പോസ്തലന്റെ ഈ വേദഭാഗം ഇന്ന് താൻ എഴുതിയ വേദഭാഗം നമുക്കിന്ന് ചിന്തിപ്പാൻ ഇടയായി തീർന്നോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ, നമ്മളിവിടെ മുൻകൂട്ടി വായിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ, അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ലോകത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, സ്തോത്രം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പറയുകയാണ്. ഈ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം, ഏതാണ്? 6-ന്റെ 14 മുതൽ 7 വരെയുള്ള 7-1 വരെയുള്ള വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, അവിടെ പറയുന്ന വാഗ്ദത്തങ്ങൾ എന്താണ്? ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നു, സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർവിട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി തീരുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ വിശുദ്ധിയെ തികച്ച്, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ജീവിപ്പാൻ ഒരുക്കിക്കൊള്ളുവാനാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ലോകത്തിൽ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വർത്തമാന പത്രങ്ങൾ, റേഡിയോ ന്യൂസുകൾ, TV ന്യൂസുകൾ, ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന
കഴിയുന്നത് നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയെ നമ്മൾ മനസ്സേർത്ത് വേണം നമ്മൾ ഈ വചനഭാഗം ചിന്തിപ്പാനായിട്ട്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അത് നമ്മെ വിളിച്ചറിയിക്കുന്നത് സ്തോത്രം എന്താണ്. ഈ ലോകം ദൈവത്തിൻ്റെ ജനമായ വിശുദ്ധന്മാർക്ക്, ദൈവസഭയ്ക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തിന്, ദൈവഭക്തന്മാർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒരു ലോകമായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എവിടെ നോക്കിയാലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, പ്രൈസ് ദി ലോർഡ്. അതുപോലെ സ്തോത്രം മറ്റു ഓരോ രീതിയിലും ഓരോ രാജ്യങ്ങളെയും ഞെരുക്കുന്ന സ്തോത്രം, മറ്റ് രാജ്യങ്ങൾ, ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങൾ, ഭരണാധികാരികൾ, അങ്ങനെയുള്ളവർ സ്തോത്രം നിലനിൽക്കുന്ന, സാധുക്കളുടെ മേൽ കുതിര കയറുന്ന അവസ്ഥയുള്ള ഒരു ലോകം, പ്രൈസ് ദി ലോർഡ്. അതിന് ശക്തന്മാരായിരിക്കുന്നവർ എളിയവരെ പീഡിപ്പിക്കുന്ന ഒരു ലോകം ഇന്ന് മാത്രമല്ല, സകല പാപങ്ങളും ദൈവവചനം പറഞ്ഞിരിക്കുന്ന പാപമെന്ന പട്ടികയിൽ ഉൾപ്പെട്ട സകലതും ഇന്ന് പാപമല്ല എന്നൊരു ചിന്തകൾ ഇന്ന് ലോകത്തിൽ വരുത്തി തീർക്കാൻ തക്കവണ്ണം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഓരോരുത്തരും അവതരിപ്പിക്കുന്ന അവരുടെ കഥകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വാർത്തകൾ സകലതും ചിന്തിക്കുമ്പോൾ എന്താണ്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിലുള്ള പാപത്തിൻ്റെ ആഴം എത്ര ഭയങ്കരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം വിലക്കിയിരിക്കുന്ന പലതും ഇന്ന് സാധാരണ കോമൺ ആയി തീർന്നിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പാപം എന്നുള്ള ചിന്ത തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം വിലക്കിയിരിക്കുന്ന പല കൽപ്പനകളും ഇന്ന് സ്തോത്രം അത് വിലക്കില്ലാതെ സ്തോത്രം സ്വയമായിട്ട് സ്വപ്രേരണയാൽ ഇത് ചെയ്യാൻ തക്കവണ്ണം ഇന്ന് മനുഷ്യൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏത് രീതിയിലാണെങ്കിലും, സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും, സ്തോത്രം പ്രസംഗങ്ങളിലൂടെ ആണെങ്കിലും, പലരുടെ വാക്കുകളിലൂടെ ആണെങ്കിലും, ഇന്നിതെല്ലാം പ്രവർത്തിക്കുന്നത് ഓരോ മനുഷ്യനിലും, ഈ അവിശ്വാസികളായ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ ശത്രുവായ പിശാച് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശേഷാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഇന്ത്യയിലും ലോകത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് എപ്സ്റ്റീൻ ഫയൽസ്. പ്രൈസ്, അതിൽ പലരും കുടുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദേശത്ത് നിന്നും പലരും കുടുങ്ങിയതായിട്ട് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുവാനിടയായി. പ്രിയമുള്ളവരെ, എത്ര ആ ഫയലുകൾ വാർത്തകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര കിരാതമായ നിലയിൽ, എത്ര ഹീനമായ നിലയിലാണ് കുഞ്ഞുങ്ങളെ ഒക്കെ പിടിച്ചുകൊണ്ടുപോയി സ്തോത്രം അവരെ മൃഗീയമായ രീതിയിൽ അവർക്ക് എതിരായി പ്രവർത്തിച്ചത് എന്ന്, പൈശാചിക രീതിയിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഇന്ന് ലോകത്തിൻ്റെ നിലവാരത്തെയാണ് ഞാനിത് പറയാനിടയായി തീർന്നിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഈ ഒരു ലോകത്തിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ കൊരിന്ത് സഭയുടെ ചരിത്രത്തിൽ നോക്കിയാലും അവിടെയും ഇതുപോലെ കൊരിന്ത് ദേശം മുഴുവനും സകലവിധ മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞു നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷവുമായി അവിടെ കടന്നുപോയി താൻ അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ഒരു വിശുദ്ധ വർഗത്തെ ആ ദേശത്ത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. എങ്കിലും ആ ദേശക്കാരുടേതായ ഇൻഫ്ലുവൻസ്, ആ ദേശത്തിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനങ്ങൾ പലപ്പോഴും സഭയ്ക്കകത്ത് കടന്നു വരികയും അത് പല പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ അവർക്ക് 2-ലധികം ലേഖനങ്ങൾ എഴുതുവാനിടയായി തീർന്നിരിക്കുന്നത്. ആ ലേഖനത്തിന്റെ ഭാഗത്താണ് നമുക്കിവിടെ പറയാൻ കഴിയും പൗലോസ് അപ്പോസ്തലൻ ശക്തമായി ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം, എന്നാൽ അതുപോലെ തന്നെ ഒരു വാഗ്ദത്തം എന്ന വണ്ണം പ്രൈസ് ദി ലോർഡ് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുകയാണ്, നമുക്ക് അനവധി വാഗ്ദത്തങ്ങൾ ദൈവം നൽകി തന്നിരിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? ജഡത്തിലെയും നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പാപ സ്വഭാവത്തെ, അല്ലെങ്കിൽ അതിനെ, അതുപോലെ ആത്മാവിലെയും സകല ഈവിലും, സകല കന്മഷവും, സകല തെറ്റുകളും
പാപങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ കൊരിന്ത് സഭയെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആകയാൽ ഈ സാഹചര്യങ്ങളിൽ കൊരിന്ത് സഭയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ആ ജനങ്ങൾ കൂടിയിരിക്കുന്ന ആ സഭയിലും ദേശത്തുണ്ടായിരുന്ന മ്ലേച്ഛതകളുടെ ചില സ്വാധീനങ്ങൾ കടന്നു വന്ന സാഹചര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? സ്തോത്രം. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണെന്നും പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും നിലനിൽക്കണമെന്നും അവരെ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. അവിടെ പറയുന്നു, സ്തോത്രം, വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു ഇണയില്ല, ആവശ്യമില്ലാത്ത ബന്ധത്തിലേക്ക് ഇടപെടാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നീതിയും അധർമ്മവും തമ്മിൽ ഒരിക്കലും ചേർച്ചയില്ലാത്തതുപോലെ, വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു കൂട്ടായ്മ ഇല്ലാത്തതുപോലെ, ക്രിസ്തുവിനും പിശാചിനും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതുപോലെ, വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്താണ് ഓഹരിയുള്ളത്? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് ഒരു യോജിപ്പുമില്ല. പ്രൈസ് ദി ലോർഡ്. നാം എന്നിട്ട് പറയുന്നു, നാം എങ്ങനെയുള്ളവരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നാം എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയാണ്. ആ പ്രബോധനം, പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നമ്മൾ വചനം കേൾക്കുന്ന നമുക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ജീവിതത്തിലും ഇത് അനുഭവമായി തീരേണ്ടതാണ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ള ചിന്തയിൽ നാം ജീവിക്കേണ്ടവരാണ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരാണ് വിശ്വാസിക്ക് അവിശ്വാസിയും ഒരു ഓഹരിയും ഇല്ലാത്തതുപോലെ, ദൈവാലയത്തിന് വിഗ്രഹങ്ങളുമായ ഒരു ഓഹരിയും ഇല്ലാത്തതുപോലെ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി നാം ജീവിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. മാത്രമല്ല, ദൈവം പറയുന്നു, എന്താണ്? ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുകയും ദൈവം നമുക്ക് പിതാവായിരിക്കുകയും ചെയ്യും, അപ്പനായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സകല ദുർനടപ്പും വിട്ടോടുവിൻ, അവരുടെ നടുവിൽ നിന്ന് വേർവിട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അരുളപ്പാട്, സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാട് പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിൽ നിന്ന് കോട്ട് ചെയ്തെടുത്ത് പറഞ്ഞിരിക്കുന്ന വചനഭാഗമാണ് നമുക്കിവിടെ പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ശക്തമായ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട്, പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മാലിന്യത്തിലേക്ക് നമ്മൾ പെട്ടുപോകരുത്. ലോകം അത് ഇങ്ങനെയേ പോകൂ. കാരണം ലോകം സാത്താൻ്റെ ഭരണത്തിന് കീഴിലാണ്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്നൊക്കെയും നമ്മളെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ, ഇത്ര ശക്തമായ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം എപ്പോഴും നമ്മുടെ വിശുദ്ധി തികച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരും. ഓരോ നിമിഷവും നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ജീവിതത്തിലും ഓരോ പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ ഇടപാടുകളിലും പ്രൈസ് ദി ലോർഡ് വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാൻ ഇടയായി തീരണം. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, നാം ദൈവവുമായിട്ടുള്ള നമ്മുടെ ദൈവത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നെങ്കിൽ, നമ്മൾ എന്താണ്? ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷിയുള്ളവരായി നമുക്ക് ജീവിപ്പാൻ ഇടയായി തീരണം. അത് നമ്മളിപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ എന്നാണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് പകൽക്കാലം നമ്മളോട് ഓരോരുത്തരോടും ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ ഞാൻ പ്രത്യേകം ഏൽപ്പിച്ചു തരികയാണ്. നമുക്കിന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഇന്ന് അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു തരികയാണ്. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനുമായി സ്തോത്രം ചെയ്യുന്നു. അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയോടെ വ്യാപരിക്കണം. ഞങ്ങളെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഞങ്ങളുടെ വിശുദ്ധിയിൽ വേർപാടിൽ നിലനിൽക്കുവാൻ കൃപ നൽകണം. ദൈവഭയത്തിൽ ജീവിപ്പാൻ കൃപ നൽകണം. കാരണം അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി ഇവിടെ വസിക്കുന്ന കർത്താവെ, ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളെ കാക്കണമേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കരംവച്ച മേഖലകളൊക്കെ അനുഗ്രഹിക്കണം. ഞങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങൾ ബന്ധപ്പെടുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരണം. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഏൽപ്പിച്ചു തരികയാണ്. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
പ്രിയമുള്ളവരെ, ഈ വചനചിന്തയാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനവസാനം அழைத்தவரே என்றும் நடத்துவீரே, உங்க கரம் இருக்க பயம் இல்லையே. என்னை அழைத்தவரே என்றும் நடத்துவீரே, உங்க கரம் இருக்க பயம் இல்லையே. எந்த பாதையையும் தாண்டிடுவே, எந்த சூழ்நிலையும் மேற்கொள்ளுவே. எந்த பாதையையும் தாண்டிடுவே, எந்த சூழ்நிலையும் மேற்கொள்ளுவே. உங்க கரம் இருக்க பயம் இல்லையே, உங்க கரம் இருக்க பயம் இல்லையே. கருவிலே என்னை கண்டவரே, பெயர் சொல்லி என்னை அழைத்தவரே. கருவிலே என்னை கண்டவரே, பெயர் சொல்லி என்னை அழைத்தவரே. நன்மைகள் எனக்காய் செய்பவரே, பழுவாமல் என்னை காத்தவரே. இனிமேலும் என்னை காப்பவரே, என்னை அழைத்தவரே என்று நடத்துவீரே. உங்க கரம் இருக்க பயம் இல்லையே. என்னை அழைத்தவரே என்று நடத்துவீரே, உங்க கரம் இருக்க பயம் இல்லையே. புல்லுள்ள இடங்களில் மேய்த்திடுவீர், அமர்ந்த தண்ணீரண்டை நடத்திடுவீர். புல்லுள்ள இடங்களில் மேய்த்திடுவீர், அமர்ந்த தண்ணீரண்டை நடத்திடுவீர். மரணத்தின் பள்ளத்தாக்கு சூழ்ந்திட்டாலும் வாக்கென்னும் கோலினால் பலப்படுத்தி எனக்கான நன்மையை காண செவி. என்னை அழைத்தவரே என்று நடத்துவீரே, உங்க கரம் இருக்க பயம் இல்லையே. என்னை அழைத்தவரே என்று நடத்துவீரே, உங்க கரம் இருக்க பயம் இல்லையே. எந்த பாதையிலும் நான் நடப்பேன், எந்த சூழ்நிலையும் மேற்கொள்ளுவேன். எந்த பாதையிலும் நான் நடப்பேன், எந்த சூழ்நிலையும் மேற்கொள்ளுவேன். உங்க கரம் இருக்க பயம் இல்லையே, உங்க கரம் இருக்க பயம் இல்லை.